ചേട്ടാ, ജി സുധാകരന്റെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, അത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള ഒരു തുറന്ന പോരായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇന്നലെ എം.എ. ബേബി മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളോട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞിരുന്നു. അതെന്തൊക്കെയാണ്? കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള പോരല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ നടക്കാൻ പോകുന്ന സി പി എമ്മിനകത്തുള്ള പോര് തന്നെയാണ്. നമ്മൾ ഇതിനകത്തുള്ള പോരെന്ന് പറയും. നമ്മൾ പറയുമല്ലോ ചക്കളത്തിപ്പോരെന്നൊക്കെ പറയൂലേ, അതുപോലെ സി പി എമ്മിനകത്ത് കോൺഗ്രസുമായിട്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് അത് കൈകൊട്ടിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ കാണിക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ചരിത്രത്തിലില്ലാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് താങ്കൾ ചോദിച്ച ചോദ്യം എന്താണ് ബേബി പറഞ്ഞത്? എം.എ. ബേബി ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ശരിക്ക് അദ്ദേഹം ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം നീണ്ടകാലം ഡൽഹിയിലായിരുന്നു. ഇവിടെ കേരളത്തിൽ നടന്ന ഇത്തരത്തിലുള്ള പാർട്ടിക്കകത്തെ കടുത്ത വിഭാഗീയത ബേബി അറിയാത്തത് കൊണ്ടല്ല. എം.എ. ബേബി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് സുധാകരൻ ഈ കാര്യം ചിന്തിക്കണം, സുധാകരൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, സുധാകരൻ ഇത് ചിന്തിക്കണം, പാർട്ടിയും ചിന്തിക്കണം. അവിടെയാണ് നമ്മൾ പറയില്ല നോട്ട് ദ പോയിന്റ്. പാർട്ടി ചിന്തിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സഖാവ് പിണറായി ചിന്തിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രശാന്തേ, ഒരു സുപ്രഭാതത്തിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടില്ല. ആ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് ചില മുന്നൊരുക്കങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണ്, പെട്ടെന്ന് ഞാൻ ലോക വിഷയത്തിലേക്ക് പോകുന്നതല്ല. ഇപ്പോൾ ട്രംപ് ഈ പറയുന്ന രീതിയിൽ അമേരിക്ക ഈ പറയുന്ന ഇറാനെ ആക്രമിച്ചു. അപ്പൊ ഈ ആക്രമണം എങ്ങനെ നേരത്തെ അവര് മുൻകൂട്ടി പുകഞ്ഞു നിന്നാണ് അതെ. ഇപ്പൊ അദ്ദേഹം അവസാനം ട്രംപിന്റെ വക സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് ഇറാൻ നേതാക്കളെ കൊല്ലാൻ കഴിയുന്നത് ഏറ്റവും വലിയ ബഹുമതിയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അടുത്തതിനുള്ള കോപ്പ് കൂട്ടി വെച്ചു. അതെ. അപ്പൊ ഇത്തരത്തിൽ ഞാൻ പെട്ടെന്ന് ലോക വിഷയത്തിലേക്ക് പോകല്ലോ, ഉദാഹരണം പറയാൻ ഇതിൽ കൂടുതൽ വേറെ പറയാനില്ല. അപ്പോ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ഈ പറയുന്ന ജി സുധാകരനെ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം പ്രകോപിതനായതല്ല. അത് ഈ പാർട്ടിക്കകത്ത് ആലപ്പുഴ ജില്ല ഒരു പ്രത്യേകതയുള്ള ജില്ലയാണ്. ആലപ്പുഴയിൽ സി പി എം എന്ന് പറയുന്നത് അണികൾക്ക് ഈ ആവേശം കൂടുതലാണ്, പാർട്ടിയോടുള്ള സ്നേഹം വളരെ വികാരമാണ്, പാർട്ടിയോട് ഭയങ്കരമായ വികാരമാണ്. ഈ വികാരം തള്ളിച്ച കൂടുമ്പോഴത്തേക്ക് ചെയ്യുന്നത് എന്താണെന്ന് ഓർമ്മ വരത്തില്ല. വികാരം കൂടുമ്പോൾ ബുദ്ധി നശിച്ചു. വികാരം വിവേചനത്തെ നശിപ്പിക്കുന്നു. യെസ്, വിവേചനം നശിക്കുക. അതായത് ജി സുധാകരൻ ഒരിക്കലും അങ്ങനെ വിവേചനമോ വിവേകമോ ഇല്ലാത്ത വ്യക്തിയല്ല. ഇവിടെ അദ്ദേഹം വളർത്തിയ രണ്ട് നേതാക്കൾ സജി ചെറിയാനും എച്ച് സലാമും ഇപ്പോ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നവരും എല്ലാവരെയും തന്നെ അദ്ദേഹം കൈപിടിച്ചു കൊണ്ടുപോയതാണ്. അപ്പൊ അദ്ദേഹം ഒരു കാരണവരല്ലേ. ആ കാരണവരെ ഇവർ ഇത്ര കണ്ട് കാര്യം വയസ്സിന്റെ പ്രായപരിധി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് മൂലക്കിരുത്തിയത്. അല്ല, ഈ ജി സുധാകരൻ ഇത്ര കണ്ട് വെറുക്കപ്പെടേണ്ടവനാണോ? പാർട്ടിയല്ലേ അദ്ദേഹത്തെ ഇങ്ങനെ ആക്കിയെടുത്തത്? കാരണം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുൻപ് പലതവണ പറഞ്ഞാണ്, ഇനിയും അത് പറയേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം സ്വന്തമായി ഒരു രക്തസാക്ഷി കുടുംബത്തുള്ള എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട്? ആരുമില്ല. ജി സുധാകരൻ മാത്രമേ ഉള്ളൂ. ആലപ്പുഴയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജി സുധാകരനാണ്. SFI പ്രസ്ഥാനം ആരിലൂടെയാണ് ഇവിടെ വേരുറപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ജി സുധാകരനിലൂടെയാണ്. പാരമ്പര്യം ചോദിച്ചു കഴിഞ്ഞാൽ ജി സുധാകരന്റെ കൈകളിലുള്ള മുദ്രാവാക്യം പിടിക്കുവാനായി ചുരുട്ടിപ്പിടിച്ച തഴമ്പുള്ള ഒരു നേതാവും ഈ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരില്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇത്ര കണ്ട് വെറുക്കപ്പെട്ടവരാക്കി മാറ്റി നിർത്താൻ എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പ്രായം അവർ നോക്കുമ്പോൾ മനസ്സുകൊണ്ട് ഇന്നും അദ്ദേഹം ഒരു 18 വയസ്സുകാരനാണ്. ആ പഴയ SFI പ്രസ്ഥാനത്തെ ഇവിടെ മണ്ണിൽ വളർത്തിയെടുത്ത ആ 18 വയസ്സുകാരനായ യുവ നേതാവിന്റെ രക്തമാണ് ഇന്നും അദ്ദേഹത്തിന്റെ ഞരമ്പുകളിലോടുന്നത്. അദ്ദേഹത്തിന്റെ ഹൃദയം ഇന്നും യുവത്വത്തിലാണ് തുടിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തലച്ചോറിൽ യുവചിന്തകളാണുള്ളത്. ശരീരം അത് കേവലം മണ്ണെടുത്ത് പോകുന്നതല്ല. അതിന്റെ പ്രായമാണോ കണക്ക് കൂട്ടുന്നത്? പ്രശാന്തേ, ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ചില കണക്കുകൂട്ടലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ നമ്മൾ ഇന്നലെയും സംസാരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മൂത്ത് റണ്ണിന് വേണ്ടി ഫ്രണ്ടിൽ നിൽക്കാൻ തടഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളവരെയൊക്കെ വെട്ടി നിരപ്പാക്കുക എന്ന് പറയും. ചില കാര്യങ്ങൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ചില ബുദ്ധികൂർമ്മതയുള്ളവർ അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഈ ബുദ്ധി കൂടിയത് കൊണ്ട് തന്നെ അവരുടെ സ്മൂത്ത് റണ്ണിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അപ്പോൾ വിജയമായിരിക്കും. പക്ഷെ പിൽക്കാലത്ത് ആ ബുദ്ധികൂർമ്മത അദ്ദേഹത്തിന് തന്നെ വിനയാകുന്ന രീതിയിലേക്ക് പോകും. ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധികൂർമ്മത കാണിച്ചത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പൊ പാർട്ടി എവിടെ പോയിരിക്കുന്നു? പടുകൂടിയിലേക്ക് പോയി. ബുദ്ധികൂർമ്മതയല്ല, ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചാൽ അത് മണ്ടത്തരമാണെന്ന് ഇപ്പൊ കാലം തെളിയിച്ചിരിക്കുന്നു. അതാണ് ബേബി തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല. അങ്ങനെയല്ലേ, അദ്ദേഹം ഭയങ്കര പ്ലാനറാണ്. അദ്ദേഹം 10 കൊല്ലത്തേക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നീങ്ങുന്ന ആളെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ പ്ലാനിങ് ചിലത് നമ്മളെ കയ്യിൽ നിന്ന് പോകും.
അപ്പോൾ 75 വയസ്സിന്റെ മാനദണ്ഡം പറഞ്ഞ് ആരെയൊക്കെ വെട്ടി അദ്ദേഹം. അങ്ങനെ വെട്ടിയപ്പോൾ എന്താ പാർട്ടിക്ക് ഇപ്പം സംഭവിച്ചത്? രാഷ്ട്രീയത്തിൽ പ്രായമില്ല. അപ്പോൾ അങ്ങനെ ഒരു വാചകം അന്ന് പറയുകയും ഇന്ന് പഴഞ്ചൊല്ല് നമ്മൾ പല പഴഞ്ചൊല്ലുകളും പറയും. അതായത് അവർക്ക് കാര്യം കാണാൻ വേണ്ടി അവർ എന്ത് മാറ്റും. അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച ആ പ്രായപരിധി, അത് മാത്രമല്ല അദ്ദേഹം ഒരിക്കലും ജി സുധാകരനോട് കാണിക്കാൻ പാടില്ലായിരുന്നു. കാര്യം VS ജീവിച്ചിരിക്കുന്ന സമയത്ത് VSനോടൊപ്പം തോളേറി നിന്ന് ജി സുധാകരനെ അടർത്തിയെടുത്ത് ഈ പറയുന്ന ആലപ്പുഴയിൽ പാർട്ടി ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കി തൻ്റെ പക്ഷത്തേക്ക് നിർത്തിയത് പിണറായി വിജയനാണ്. പാർട്ടിയുടെ സെക്രട്ടറിയായി അദ്ദേഹത്തിന് ഇരിക്കാനായി ജില്ലകളിൽ ഓരോരുത്തരെ അദ്ദേഹം നേതാക്കളായി കൊണ്ടുവന്നു. അവരെല്ലാം തന്നെ ഇന്ന് പാർട്ടിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. അതാണ് ബേബി പറഞ്ഞതിൻ്റെ അർത്ഥം. ജി സുധാകരൻ ചിന്തിക്കണം, പാർട്ടി ചിന്തിക്കണം. പാലക്കാട് എന്താ സംഭവിച്ചത്? പാലക്കാട് പി കെ ശശി ആരാ ഇത്രയും വലിയ നേതാവാക്കിയത്? അതാണ് ശശി തന്നെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ബാലകൃഷ്ണൻ സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ശശി പോകില്ലായിരുന്നു. ആ പുകഞ്ഞ കൊള്ളിയായ ശശിയെ കൂടെ നിർത്താനായി ശ്രമിച്ചേനെ. ഇവിടെ പിണറായിയുടെ വീഴ്ചയാണ്. കാര്യം ബേബിക്ക് അത് പറയാൻ കഴിയില്ല. ചേട്ടാ, ഈ പാരമ്പര്യം പിണറായിക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. അതായത് നിസാരവൽക്കരിക്കല്ലേ ഞാൻ പറയും, നിസാരവൽക്കരിക്കുക. ഞാൻ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പറയാം. തന്നെ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് വന്ന VS അച്യുതാനന്ദനെ പിന്നിൽ നിന്ന് നട്ടെല്ലിന് തിരികിയിട്ടാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായി വിജയൻ നടന്നു കയറിയത്. അതായത് തന്നെ വളർത്തിക്കൊണ്ട് വന്ന നേതാവിന്റെ നട്ടെല്ലിലേക്ക് ഒരു കത്തി കയറ്റിയിട്ട്, അതായത് അദ്ദേഹത്തെ പിൻകുത്തി വീഴ്ത്തിയിട്ടാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായി വിജയൻ നടന്നു കയറിയത്. തൻ്റെ അധികാര കസേര ഉറപ്പിക്കുവാനായിട്ട് ആലപ്പുഴയിൽ ജി സുധാകരനെ തനിക്ക് ആവശ്യമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആലപ്പുഴയിൽ നിർത്തി VSനെതിരാക്കി നിർത്തിക്കൊണ്ട് തന്നെ, അങ്ങനെ തന്നെ പറയണം, VSൽ നിന്ന് അടർത്തി മാറ്റി VSനെതിരാക്കി നിർത്തിക്കൊണ്ട് ആലപ്പുഴയിൽ തൻ്റെ അധികാര കസേരയുടെ ഒരു കാൽ ഉറപ്പിച്ചു. ഇന്ന് ആ കാൽ ഉറച്ചു കഴിഞ്ഞു. ഇനി അതിന് സുധാകരൻ എന്ന് പറയുന്ന ഒട്ടിപ്പിടിക്കുന്ന പശ ആവശ്യമില്ല എന്നുള്ള അയാളുടെ മൂഢധാരണയാണ് കറിവേപ്പിലയുടെ പോലും വില നൽകാതെ സുധാകരനെ പുറത്തേക്ക് തള്ളിക്കളയുവാനായിട്ട് പിണറായിയെ പ്രേരിപ്പിച്ചതെങ്കിൽ പിണറായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒട്ടിപ്പിടിക്കുന്ന പശയല്ല. അദ്ദേഹം തിരയളക്കങ്ങളെ മനസ്സിൽ ഒളിപ്പിച്ച് കിടക്കുന്ന നടുക്കടലാണ്. നടുക്കടലിൽ ഒരിക്കലും ഓളങ്ങൾ ഉണ്ടാവാറില്ല, പക്ഷേ അതിൻ്റെ ആഴം നിർണ്ണയിക്കാൻ പറ്റാത്തതുമാണ്. ഓളമില്ലല്ലോ അല്ലെങ്കിൽ ഒഴുക്കില്ലല്ലോ എന്നോർത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്തൊരു ആഴത്തിലേക്ക് വീണു പോകും. ഇവിടെ സംഭവിച്ച അതാണ്. തിര ഒടുങ്ങി, അതായത് തിരയില്ലാതെ കിടന്നിരുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന ആഴക്കടലിനെ ചെറിയൊരു കുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പിണറായി വിജയൻ പുറത്തേക്ക് തള്ളിയത്. പക്ഷെ കുണ്ടല്ല, കടലാണെന്ന് ഇപ്പോൾ 75 വയസ്സിൽ അദ്ദേഹത്തിന്റെ വിപ്ലവം കെട്ടടങ്ങിപ്പോയി എന്നുള്ള മൂഢധാരണയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ അല്ല പ്രശാന്ത്. അതായത് അദ്ദേഹത്തിന് ആരെയൊക്കെ ഇപ്പം അതിൽ ഐസക് വിടും. ഐസക്കിന് 75 വയസ്സിന്റെ പ്രായപരിധി വിടും. ഐസക്കും അദ്ദേഹത്തിന് മുന്നിൽ ഒരു തടസ്സമാണ്. ജി സുധാകരൻ അദ്ദേഹത്തിന് മുന്നിൽ തടസ്സമാണ്. KK ശൈലജ അദ്ദേഹത്തിന് മുന്നിൽ തടസ്സമാണ്. ഇങ്ങനെ തടസ്സങ്ങളൊക്കെ ബാലൻ വരെ, അതിൽ ബാലൻ പെട്ടുപോവുകയാണ് ചെയ്തത്. ബാലൻ പിണറായി വിജയന്റെ സ്തുതിപാഠകനായിരുന്നു. AK ബാലൻ ഇപ്പോൾ അതിൽ പെട്ടുപോയി. ബാലൻ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. EP ജയരാജൻ ഒന്നും പറയാത്ത അവസ്ഥയിലായി. EP ജയരാജൻ എന്താണ്? EP ജയരാജനും 75 വയസ്സിന്റെ മാനദണ്ഡം. അപ്പോൾ ഇവിടെ EP ജയരാജൻ എന്തുകൊണ്ട് സുധാകരനെ ഇന്നലെ ഒന്നും പറഞ്ഞില്ല? സുധാകരൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ജി സുധാകരൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന ഒരൊറ്റ നേതാവ് CPMനെ ഒരു പടുകുഴിയിലേക്ക് കൊണ്ട് ചാടിച്ചിരിക്കുന്നു. സഖാവ് ബേബി, അവരുടെ സഖാവ്, CPM എന്ന പാർട്ടിയുടെ സഖാവ്, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബിക്ക് ഇപ്പോഴെങ്കിലും അത് പറയാൻ തോന്നിയല്ലോ. പക്ഷേ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇനി ഒന്നുകൂടെ നമുക്ക് ഇതിൽ പറയാനുണ്ട്. ഞാൻ ഇതുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് സജി ചെറിയാൻ എന്ന് പറയുന്ന ഒരു നേതാവ്, അതുപോലെ തന്നെ H സലാം എന്ന് പറഞ്ഞൊരു നേതാവ്, ഞാൻ വികാരം കൊണ്ട് പറയുകയല്ല, H സലാമേ, ബഹുമാനപ്പെട്ട H സലാമേ, അല്ലെങ്കിൽ ആലപ്പുഴയിലുള്ള അഭിനവ കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങൾക്കറിയില്ല ജി സുധാകരൻ ആരാണെന്ന്. H സലാം ഒക്കെ എന്നാണ് ഇന്നലെ കുരുത്ത തകരയാണ് H സലാം. H സലാം SDPIയുടെ നേതാവായിരുന്നു. രാത്രി SDPIക്ക് വേണ്ടി കൊടി പിടിക്കാൻ പോകുന്ന H സലാം നിങ്ങൾ അമ്പലപ്പുഴയിൽ 8 നിലയിൽ പൊട്ടും. നിങ്ങൾ എഴുതി വെച്ചോളൂ. CPMന്റെ ഇനി എന്ത് മിഷണറി വർക്ക് ചെയ്തിരുന്നാലും ജി സുധാകരൻ ആരാണെന്ന് ആലപ്പുഴക്കാർക്കറിയാം.